മക്കൾ നമസ്കാരം. നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഡ്യുവൽ ഓപ്പറേറ്റർ എന്താണെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതിനകത്ത് ഈ റിമാർക്കാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിമാർക്ക് 5.1.2 പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്കറിയാം ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ എന്നറിയാം. ഐയുടെ ഡ്യുവൽ ഓപ്പറേറ്റർ ഐക്ക് ഐസോമോർഫിക് ആയിരിക്കും. രണ്ട് ഒരേപോലെ തന്നെയായിരിക്കും എന്നർത്ഥം. ഓക്കെ, അപ്പോൾ ഐ ഫ്രം എക്സ് ടു എക്സ് ആണെങ്കിൽ ഐ സ്റ്റാർ ഫ്രം എക്സ് സ്റ്റാർ ടു എക്സ് സ്റ്റാർ ആയിരിക്കും. പക്ഷേ എക്സും എക്സ് സ്റ്റാറും തമ്മിൽ ഐസോമോർഫിക് ആയിരിക്കും ഓർക്കുക. അതായത് ഒരു സ്പേസും അതിൻ്റെ ഡ്യുവൽ സ്പേസും തമ്മിൽ ഐസോമോർഫിക് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ലാംഡ ഐ സ്റ്റാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐയെ ലാംഡ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത്, ലാംഡ ഒരു കോംപ്ലക്സ് നമ്പറാണ്. അപ്പോൾ ലാംഡ ഐ ഒരു ഓപ്പറേറ്റർ തന്നെയാണ്, അത് ഐഡൻറ്റിറ്റി ഓപ്പറേറ്റർ അല്ല. അതിൻ്റെ ഡ്യുവൽ ഓപ്പറേറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഐ ആയിരിക്കും പ്രത്യേകം ഓർക്കുക. ഇനി എന്തുകൊണ്ട് അത് കിട്ടുന്നത് നോക്കാം. ഇത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ ആണെങ്കിൽ ഇങ്ങനെ കിട്ടുമെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു ലാംഡ ഐ ഓഫ് എക്സ് പറഞ്ഞാൽ എക്സ് തന്നെയാണ്. അപ്പോൾ ലാംഡ എക്സ് ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ എക്സ് വൈ എന്ന് വരും. ലാംഡയെ പുറത്തെടുത്താൽ ലാംഡ ഇൻറ്റു ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈ എന്ന് വരും. അത് ഫസ്റ്റ് കമ്പോണൻറ്റിൽ നിന്നാണ് നമ്പർ പുറത്ത് വരുമ്പോൾ ആ നമ്പർ തന്നെ പുറത്ത് വരും. ഓക്കെ, ഇനി അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷൻ എന്താ നമ്മൾ പഠിച്ചിരിക്കുന്നത് തൊട്ട് മുകളിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഓപ്പറേറ്ററിൻ്റെ അഡ്ജോയിൻ്റിൻ്റെ ഡെഫിനേഷൻ എന്താണെന്ന് നോക്കാം. എ എക്സ് വിത്ത് എഫും എക്സ് വിത്ത് എ സ്റ്റാർ എഫും ഈക്വൽ ആണെങ്കിൽ എ സ്റ്റാറിനെയാണ് നമ്മൾ ഇവിടെ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഡ്യുവൽ ഓപ്പറേറ്റർ എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിൽ പറയുന്ന ഓപ്പറേറ്ററാണ് അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററിൻ്റെ ഡെഫിനേഷൻ എന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് വൈയും ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് എ സ്റ്റാർ വൈയും ഈക്വൽ ആണ് ഫോർ എവരി എക്സ് വൈ എലമെൻറ്റ് ഓഫ് എച്ച്. ഇപ്പോൾ എച്ച് ആണെങ്കിൽ എച്ച്, അല്ലെങ്കിൽ എക്സ് എലമെൻറ്റ് ഓഫ് എച്ച് 1 ആൻഡ് വൈ എലമെൻറ്റ് ഓഫ് എച്ച് 2 ആണെങ്കിൽ ഈ എ സ്റ്റാറിനെയാണ് നമ്മൾ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ ഐയുടെ അഡ്ജോയിൻ്റ് ഓപ്പറേറ്ററാണ് ഐ സ്റ്റാർ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് ലാംഡ ഐ ഓഫ് എക്സ് വിത്ത് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ലാംഡ ഇൻറ്റു എക്സ് വിത്ത് വൈ എന്നായി മാറും. ഇനി സെക്കൻഡ് കമ്പോണൻറ്റിലേക്ക് ലാംഡയെ കൊടുത്തു കഴിഞ്ഞാൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വിത്ത് ലാംഡ കോൺജുഗേറ്റ് വൈ ആയി മാറും. ഇനി ലാംഡ കോൺജുഗേറ്റ് വൈനെ എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ഐ സ്റ്റാർ ഓഫ് വൈ എന്നും വേണമെങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. അതിനർത്ഥം ലാംഡ ഐ ഹോൾ സ്റ്റാർ ഈക്വൽ ടു ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഐ എന്ന് ഓർക്കുക. ഓക്കെ, അതായത് ഒരു ഐഡൻറ്റിറ്റി ഓപ്പറേറ്ററിനെ ഒരു കോംപ്ലക്സ് നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്തിട്ട് അതിൻ്റെ അഡ്ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കോൺജുഗേറ്റ് കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്യാമെന്ന് അർത്ഥം. ഓക്കെ, അപ്പോൾ ലാംഡ ഐയുടെ അഡ്ജോയിൻ്റ് ഓപ്പറേറ്റർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാംഡ കോൺജുഗേറ്റ് ഇൻറ്റു ഐ തന്നെയായിരിക്കും നോക്കുക. ഓക്കെ, ഇനി അടുത്തത് ഓർക്കേണ്ടത് ഇപ്പം ഒരു കോംപ്ലക്സ് നമ്പറും പ്രോപ്പർട്ടിയെ കുറിച്ചാണ്. ഒരു എക്സസൈസ് പ്രോബ്ലം ആണ്. അതായത് ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ തന്നിരിക്കുന്നത് എ എലമെന്റ് ഓഫ് ബി എൽ ഓഫ് എക്സ് ആണ്. ഇഫ് ലാംഡ ഈസ് എ മെമ്പർ ഓഫ് പോയിന്റ് സ്പെക്ട്രം ഓഫ് എ, അതായത് സിഗ്മ പി ഓഫ് എ എന്ന് പറഞ്ഞാൽ പോയിന്റ് സ്പെക്ട്രം ആണ്. കൂടാതെ ഒരു കാര്യം കൂടി തന്നിട്ടുണ്ട്, ആൻഡ് ലാംഡ കോൺജുഗേറ്റ് നോട്ട് എ മെമ്പർ ഓഫ് സിഗ്മ പി ഓഫ് എ സ്റ്റാർ. അതായത് എ സ്റ്റാറിന്റെ പോയിന്റ് സ്പെക്ട്രത്തിലെ മെമ്പർ അല്ല ലാംഡ കോൺജുഗേറ്റ് എങ്കിൽ ആ ലാംഡ കോൺജുഗേറ്റ് മസ്റ്റ് ആയിട്ട് എ സ്റ്റാറിന്റെ റെസിഡ്യൂ സ്പെക്ട്രത്തിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഇതൊരു എക്സസൈസ് പ്രോബ്ലം ആണ്. പക്ഷെ അവിടെ പ്രത്യേകം ഓർക്കുക, ലാംഡ എയുടെ പോയിന്റ് സ്പെക്ട്രം എലമെന്റ് ആണെങ്കിൽ ലാംഡ കോൺജുഗേറ്റ് എ സ്റ്റാറിന്റെ പോയിന്റ് സ്പെക്ട്രത്തിൽ ഉണ്ടാവും. അത് എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ റിയൽ കേസിലാണെങ്കിൽ, അതായത് ലാംഡ ഒരു റിയൽ നമ്പർ ആണെങ്കിൽ നമുക്ക് ലാംഡ പോയിന്റ് സ്പെക്ട്രം മെമ്പർ ആണെങ്കിൽ കോൺജുഗേറ്റ് എന്ന് പറയുന്നത് ഡ്യുവലിൽ ഉണ്ടാവുമെന്ന് പ്രത്യേകം ഓർക്കുക. അതായത് ഇവിടെ സ്പേസ് ഓവർ ആർ പറയുമ്പോഴുള്ള കേസിലാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ എക്സസൈസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണെന്ന് ഓർക്കുക. ഇനി നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. ഇത് പിന്നീട് ഉപയോഗിക്കുന്നതിന് വേണ്ടി മാത്രമാണ്. കഴിഞ്ഞ സെമസ്റ്ററിൽ ഉണ്ടായിരുന്നുള്ള ഒരു പ്രോബ്ലമാണ്. അതായത് ഒരു റിസൾട്ടാണ് എ ഫ്രം എ എലമെന്റ് ഓഫ് എൽ ഓഫ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബൗണ്ടറി ലീനിയർ ഓപ്പറേറ്റർ ഫ്രം എക്സ് ടു വൈ ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജ് എയുടെ പെർപെൻഡിക്കുലർ അല്ലെങ്കിൽ ഓർത്തോഗണൽ ഈക്വൽ ടു കേർ എ സ്റ്റാർ ആണ്. അപ്പോൾ പ്രത്യേകം ഓർക്കുക, എ ഫ്രം എക്സ് ടു വൈ ആണ്, എ സ്റ്റാർ ഫ്രം വൈ സ്റ്റാർ ടു എക്സ് സ്റ്റാർ ആണ്. അപ്പോൾ കേർ എ സ്റ്റാർ പറഞ്ഞാൽ ആരുടെ സബ്സ്പേസ് ആയിരിക്കും? വൈ സ്റ്റാറിൻ്റെ. കാരണം എ സ്റ്റാർ വൈ സ്റ്റാറിൽ നിന്ന് എക്സ് സ്റ്റാറിലേക്ക് ആയതുകൊണ്ട് കേർ എ സ്റ്റാർ എന്ന് പറയുന്ന വൈ സ്റ്റാറിൻ്റെ സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ ഇമേജ് ഓർത്തോഗണൽ എഴുതുമ്പോൾ നിങ്ങൾ നോക്കും, ഇമേജ് എ വൈയുടെ സബ്സ്പേസ് ആണ്. വൈയുടെ സബ്സ്പേസിന്റെ ഓർത്തോഗണൽ പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ചെയ്യുന്നത് വൈയിലുള്ള മെമ്പേഴ്സിനെ സീറോയിലേക്ക് മാപ്പ് ചെയ്യുന്ന ലീനിയർ ഫങ്ഷണൽസ് ആയിരിക്കും. പ്രത്യേകം ഓർക്കുക, വൈയുടെ ഇമേജ് എ ഓർത്തോഗണൽ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അത് വൈയിലല്ല ഉണ്ടാവുക, കാരണം വൈയുടെ ഡ്യുവൽ സ്പേസിലായിരിക്കും. അപ്പോൾ ഇമേജ് എ ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ വാല്യൂസ് ഉണ്ടാവുക വൈ സ്റ്റാറിലായിരിക്കും. വൈ സ്റ്റാറിൻ്റെ സർഫേസ് ആയിട്ടുള്ള കേർ എ സ്റ്റാർ ആയിരിക്കും ഇമേജ് എ ഓർത്തോഗണൽ.
അടുത്തത് കേർ എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എ സ്റ്റാറിന്റെ ഓർത്തോഗണൽ ആയിരിക്കും. അപ്പോൾ ആ നൊട്ടേഷനിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്, പ്രത്യേകം നോക്കിയാൽ മനസ്സിലാവും. വൈയുടെ ഓർത്തോഗണൽ എഴുതുമ്പോൾ മുകളിലാണ് കൊടുക്കുന്നത്, അതായത് സ്പേസിന്റെ ഓർത്തോഗണൽ എഴുതുമ്പോൾ മുകളിലായിരിക്കും ഓർത്തോഗണൽ നൊട്ടേഷൻ വരിക. ഇനി രണ്ടാമത്തെ റിസൾട്ട് നോക്കിയാൽ അറിയാം, ഇമേജ് എ സ്റ്റാർ എന്ന് കൊടുത്തിട്ട് ഓർത്തോഗണൽ നൊട്ടേഷൻ താഴെയാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഡ്യുവലിന്റെ കൊടുക്കുമ്പോൾ താഴെയും സ്പേസിന്റെ കൊടുക്കുമ്പോൾ മുകളിലും കൊടുക്കുക. അപ്പൊ ഇമേജ് എ സ്റ്റാർ ഓർത്തോഗണൽ പറഞ്ഞാൽ പ്രത്യേകം ഓർക്കുക, എ സ്റ്റാറിനും വൈ സ്റ്റാറിനും എക്സ് സ്റ്റാർ ആണ്. അങ്ങനെയാണെങ്കിൽ ഇമേജ് എ സ്റ്റാർ ആരുടെ സബ്സ്പേസ് ആയിരിക്കും? എക്സ് സ്റ്റാറിന്റെ സബ്സ്പേസ് ആയിരിക്കും. അപ്പോൾ എക്സ് സ്റ്റാറിന്റെ സബ്സ്പേസിന്റെ ഓർത്തോഗണൽ എക്സ് സ്റ്റാറിന്റെ ഡ്യുവലിലായിരിക്കും ഉണ്ടാവുക. എക്സ് സ്റ്റാറിന്റെ ഡ്യുവൽ പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് ഡബിൾ സ്റ്റാർ ആണ്. പക്ഷെ എക്സ് ഡബിൾ സ്റ്റാർ എക്സിന് തന്നെ ഈക്വൽ ആണ്, അല്ലെങ്കിൽ ഐസോമോർഫിക് ആണ്. എക്സ് ഡബിൾ സ്റ്റാർ എന്ന് പറയുന്നത് എക്സിന് തന്നെ ഈക്വൽ ആണെന്ന് നോക്കുക. അപ്പൊ നമ്മൾ ഡബിൾ ട്രാൻസ്പോസ് എടുക്കുക എന്നുള്ള കൺസെപ്റ്റ് പോലെ തന്നെ. അപ്പോൾ ഇമേജ് എ സ്റ്റാറിന്റെ ഓർത്തോഗണല്, ഇമേജ് എ സ്റ്റാർ എവിടെ ഉണ്ടാവുക? എക്സ് സ്റ്റാറിൽ ഉണ്ടാവുക. അപ്പൊ അതിന്റെ ഓർത്തോഗണല് എക്സ് സ്റ്റാറിന്റെ വീണ്ടും സ്റ്റാർ എക്സ് ഡബിൾ സ്റ്റാറിൽ ഉണ്ടാവുക. എക്സ് ഡബിൾ സ്റ്റാർ പറഞ്ഞാൽ എക്സ് തന്നെയാണ്, അത് എക്സിന്റെ സബ്സ്പേസ് ആയിരിക്കും എന്ന് ഓർക്കുക. അപ്പൊ അത് കേർ എ ആയിരിക്കും. കാരണം നമുക്കറിയാം എ ഫ്രം എക്സ് ടു വൈ ആണെങ്കിൽ കേർ എ ഈസ് എ സബ്സ്പേസ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഈ രണ്ട് റിസൾട്ടുകൾ പ്രത്യേകം ഓർക്കുക. എ എലമെന്റ് ഓഫ് എൽ ഓഫ് എക്സ് വൈ ആണെങ്കിൽ ഇമേജ് എയുടെ ഓർത്തോഗണൽ എന്ന് പറയുന്നത് കേർ എ സ്റ്റാറും, അതുപോലെ ഇമേജ് എ സ്റ്റാറിന്റെ ഓർത്തോഗണൽ എന്ന് പറയുന്നത് കേർ എയും ആയിരിക്കും. ഓക്കെ, ഇത് മറന്നു പോകരുത്. ഇത് പ്രത്യേകം ഇതിന്റെ ഇമേജ് എ സ്റ്റാർ ഓർത്തോഗണൽ ഈസ് ദ ഓർത്തോഗണൽ പാർട്ട് ഓഫ് ഇമേജ് എ സ്റ്റാർ ഇൻ എക്സ് സ്റ്റാർ. ഓക്കെ, ഓർത്തോഗണൽ പാർട്ട് പറഞ്ഞാൽ അതിനെ അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ള, നമ്മൾ ലീനിയർ ആൾജിബ്രയിൽ അനിഹിലേറ്റ് ചെയ്യുക എന്നുള്ള ആ കൺസെപ്റ്റ് ഉണ്ട്, അതാണ് ഇവിടെ വരുന്നത്. കാരണം ഓർത്തോഗണാലിറ്റി ഇന്ന പ്രൊഡക്റ്റ് സ്പേസിലാണെങ്കിൽ ഇന്ന പ്രൊഡക്റ്റ് ചെയ്യുന്ന സമയത്ത് 0 കിട്ടണമെന്നാണ് അർത്ഥം. പക്ഷെ ഇതിവിടെ ബനാങ് സ്പേസ് പറഞ്ഞാൽ നോർമൽ സ്പേസ് മാത്രമാണ്. നോർമൽ സ്പേസിലെ ഓർത്തോഗണാലിറ്റി കൺസെപ്റ്റ് എന്ന് പറയുന്നത് അനിഹിലേഷൻ എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് ഒരു സ്പേസിനെ അനിഹിലേറ്റ് ചെയ്യുന്ന ലീനിയർ ഫങ്ഷൻസിന്റെ കളക്ഷൻ. അപ്പൊ ഇമേജ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈയുടെ സബ്സ്പേസ് ആണ്. അപ്പൊ വൈയിലുള്ള എലമെന്റിനെ അനിഹിലേറ്റ് ചെയ്യുക അതിന്റെ ഡ്യുവലിലായിരിക്കും, വൈ സ്റ്റാറിലായിരിക്കും. അതുകൊണ്ടാണ് ഇമേജ് എ ഓർത്തോഗണൽ എന്ന് പറയുന്നത് വൈ സ്റ്റാറിന്റെ സബ്സ്പേസ് ആയിരിക്കും, അത് കേർ എ സ്റ്റാർ ആയിരിക്കും. അതുപോലെ ഇമേജ് എ സ്റ്റാറിന്റെ അനിഹിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എക്സ് സ്റ്റാറിലായിരിക്കും. അപ്പൊ ഇമേജ് എക്സ് സ്റ്റാറിന്റെ അനിഹിലേറ്റിംഗ് എന്ന് പറയുന്നത് എക്സ് സ്റ്റാറിന്റെ ഡ്യുവലിലായിരിക്കും. എക്സ് സ്റ്റാറിന്റെ ഡ്യുവൽ പറഞ്ഞാൽ എക്സ് ഡബിൾ സ്റ്റാർ ആണ്. എക്സ് ഡബിൾ സ്റ്റാർ പക്ഷെ എക്സ് തന്നെയാണ്, അതുകൊണ്ടാണ് അത് കെയർ ആയിട്ട് മാറിയത്. അപ്പൊ ഈ രണ്ട് റിസൾട്ട് കൊടുക്കുക. ഓക്കെ, ഇനി വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സെക്ഷനിലേക്ക് കയറുകയാണ്, ഫെഡ്രോം തിയറി ഓഫ് കോമ്പാക്ട് ഓപ്പറേറ്റർ. അപ്പൊ ആദ്യം എന്താണ് ഒരു കോമ്പാക്ട് ഓപ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നോർമൽ സ്പേസിൽ നിന്ന് മറ്റൊരു നോർമൽ സ്പേസിലേക്കുള്ള ഒരു ലീനിയർ മാപ്പിനെ കോമ്പാക്ട് ആണെന്ന് പറയണമെങ്കിൽ ഡൊമൈനിലുള്ള ഏതൊരു ബൗണ്ടഡ് സീക്വൻസിന്റെ ഇമേജ് സീക്വൻസ്, അതായത് എക്സ് എൻ ബൗണ്ടഡ് ഇൻ എക്സ് ആണെങ്കിൽ എ ഓഫ് എക്സ് എൻ ഹാസ് എ കോഷി സബ് സീക്വൻസ് എന്നാണ് അർത്ഥം. ഇനി ഇവിടെ എക്സ് ബനാങ് സ്പേസ് ആണെങ്കിൽ കോഷി എന്നുള്ള കൺസെപ്റ്റ് എല്ലാ കോഷി സീക്വൻസും എന്തായിരിക്കും? കൺവേർജന്റ് ആയിരിക്കും. അപ്പോൾ എ ഓഫ് എക്സ് എൻ ഹാസ് എ കൺവേർജന്റ് സബ് സീക്വൻസ് ആയി മാറും. ഇനി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന മുഴുവൻ ഇൻഫിനിറ്റ് ഡയമെൻഷണൽ ബനാങ് സ്പേസുകളാണ്. അതുകൊണ്ട് ആക്ച്വലി ഈ കോമ്പാക്ടിന്റെ ഡെഫിനിഷനിൽ വേണമെങ്കിൽ നമുക്കൊരു മാറ്റം കൊടുക്കാം. എ ഫ്രം എക്സ് ടു വൈ കോമ്പാക്ട് ആവണമെങ്കിൽ എക്സ് എന്നിലുള്ള ഏതൊരു ബൗണ്ടഡ് സീക്വൻസിന്റെയും ഇമേജ് സീക്വൻസിന് കൺവേർജന്റ് സബ് സീക്വൻസ് ഉണ്ടാവും എന്ന് പറയാം. അതായത് എക്സ് എൻ ബൗണ്ടഡ് ആണ്, എക്സ് എൻ കൺവേർജന്റ് ആവണം നിർബന്ധമില്ല. പക്ഷെ അതിന് ഇമേജ് എ ഓഫ് എക്സ് എൻ എവിടെ ഉണ്ടാവുക? വൈയിൽ ഉണ്ടാവുക. എ ഓഫ് എക്സ് എന്നിന്റെ സബ് സീക്വൻസ് കൺവേർജന്റ് ആവും, ഒരു കൺവേർജന്റ് സബ് സീക്വൻസ് ഉണ്ടാവും എന്നർത്ഥം. ഈ കൺവേർജന്റ് കോഷി സബ് സീക്വൻസ് ഉണ്ടെന്ന് പറയുന്നത് ഇവിടെ മനാങ്കിലാവുമ്പോൾ എവരി കോഷി സീക്വൻസ് കൺവേർജന്റ് കിട്ടും. അതുകൊണ്ടാണ് ഡെഫിനേഷനെ നമ്മൾ റീഫോർമുലേറ്റ് ചെയ്തത്. ഓക്കെ, ഇനി കോമ്പാക്ട്നെസിന്റെ ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൈറ്റ് റാങ്ക് ഓപ്പറേറ്ററുകൾ എന്നുള്ളൊരു കൺസെപ്റ്റ് കൂടിയുണ്ട് ഇൻഫിനിറ്റ് ഡയമെൻഷൻ കേസിൽ. ഇപ്പോൾ എ എന്ന് പറയുന്ന ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആണെന്നെങ്കിൽ അതിന്റെ അർത്ഥം യു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0R എന്ന് പറയുന്ന, അപ്പൊ യു ഈക്വൽ ടു യു ഡി ഓഫ് 0R. അപ്പൊ ഡി പറഞ്ഞാൽ മെട്രിക് ആണ്, അവിടെ 2 അല്ല. യു ഡി ഓഫ് 0R എന്ന് പറഞ്ഞാൽ ഓപ്പൺ ബോൾ സെന്റർഡ് അറ്റ് 0 വിത്ത് റേഡിയസ് R ആണെങ്കിൽ അതൊരു ബൗണ്ടഡ് സെറ്റ് ആണെന്ന് അറിയാം നമുക്ക്. അതിന്റെ ഇമേജിന്റെ ക്ലോഷർ, അതായത് എ ഓഫ് യുടെ ക്ലോഷർ കോമ്പാക്റ്റ് ആയിരിക്കും. എ ഓഫ് യു ഓൾറെഡി ബൗണ്ടഡ് ആയിരിക്കും, പ്രത്യേകം ഓർക്കുക. അപ്പൊ എ ഓഫ് യുടെ ക്ലോഷർ കോമ്പാക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ് കൺസെപ്റ്റ്. ഓക്കെ, അപ്പൊ ഈ ക്യാരക്ടറൈസേഷനും ഈ ഡെഫിനേഷനും എന്തായാലും അറിയണം. വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ കോമ്പാക്ട് ഓപ്പറേറ്റർ ആൻഡ് വാട്ട് ഈസ് ദ ക്യാരക്ടറൈസേഷൻ ഓഫ് എ കോമ്പാക്ട് ഓപ്പറേറ്റർ. ഇനി പ്രത്യേകം ഓർക്കുക, എല്ലാ എവരി കോമ്പാക്ട് ഓപ്പറേറ്റർ ബൗണ്ടഡ് ലീനിയർ ആയിരിക്കും. കോമ്പാക്ട് ഓപ്പറേറ്ററുകളൊക്കെ ബൗണ്ടഡ് ലീനിയർ ആയിരിക്കും, അതായത് കണ്ടിന്യൂറ്റി ഉണ്ടാവും. കോമ്പാക്ട് ഓപ്പറേറ്ററിനൊക്കെ കണ്ടിന്യൂറ്റി ഉണ്ടാവും. പക്ഷെ കണ്ടിന്യൂസ് ഓപ്പറേറ്റേഴ്സ് എന്താവണമെന്നില്ല, ബൗണ്ടഡ് ആവണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഈ കോമ്പാക്ട് ഓപ്പറേറ്റർ പറഞ്ഞ എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷൻ ഓപ്പറേറ്ററും മിക്കവാറും
കോമ്പാക്റ്റ് ആവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. പക്ഷെ അതിനകത്ത് പ്രത്യേകം ഓർക്കുക, 2 രീതിയിലാണ് വരുന്നത്. കോമ്പാക്റ്റ് ഓപ്പറേറ്ററുകളിൽ ഫൈനൈറ്റ് റാങ്ക് ഓപ്പറേറ്റർ എന്നുള്ള ഒരു പേര് കൂടി അതിനുണ്ട്. അതിനകത്ത് ഇൻഫിനിറ്റ് ഡയമെൻഷൻ കേസിലും ഫൈനൈറ്റ് ഡയമെൻഷൻ കേസിലും 2 ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓർക്കുക. ഇനിയിപ്പോൾ കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസിലെ ഐഡന്റിറ്റി ഓപ്പറേറ്റേഴ്സ് ഒക്കെ കോമ്പാക്റ്റ് ഓപ്പറേറ്ററുകളായിട്ട് മാറും. ഓക്കെ, ഇനി എവരി കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ഈസ് എ ബൗണ്ടഡ് ലീനിയർ ഓപ്പറേറ്റർ ബട്ട് കോൺവേഴ്സ് നോട്ട് ട്രൂ. അതിനുള്ള എക്സാമ്പിൾ എന്ന് പറയുന്നത് ഷിഫ്റ്റ് ഓപ്പറേറ്റേഴ്സ് ആണ്. ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ് L2 സ്പേസിലുള്ള റൈറ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും ലെഫ്റ്റ് ഷിഫ്റ്റ് ഓപ്പറേറ്ററും ബൗണ്ടഡ് ആണ്. അത് കണ്ടിന്യൂസ് ഓപ്പറേറ്റേഴ്സ് ആണ്. പക്ഷെ അത് എന്താവണമെന്നില്ല, കോമ്പാക്റ്റ് അല്ല. അതുപോലെ തന്നെയാണ് ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസിലുള്ള ഐഡന്റിറ്റി ഓപ്പറേറ്ററും കോമ്പാക്റ്റ് അല്ല. അത് ഇവിടെ പ്രൂഫ് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നീടുള്ള ഒരു തിയറമായിട്ട് അത് വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഐഡന്റിറ്റി ഓപ്പറേറ്റർ ഓൺ ഇൻഫിനിറ്റ് ഡയമെൻഷൻ സ്പേസ് ഈസ് നോട്ട് കോമ്പാക്റ്റ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട റിസൾട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് വരാം. ഈ 2 ഡെഫിനിഷൻസ് ഓർത്ത് വയ്ക്കുക. ഇനി സീറോ ഓപ്പറേറ്റർ എല്ലായ്പ്പോഴും കോമ്പാക്റ്റ് ആയിരിക്കും, പ്രത്യേകം ഓർക്കുക. അതുപോലെ സിൻസ് ആണ് ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസിലുള്ള സീറോ ഓപ്പറേറ്റർ കോമ്പാക്റ്റ് ആയിരിക്കും. അത് ഇൻഫിനിറ്റ് ഡയമെൻഷൻ കേസിലെടുത്താൽ നമുക്ക് സീറോ ഓപ്പറേറ്റർ എന്തുതന്നെയായിട്ടാണ് വരിക, കോമ്പാക്റ്റ് ഓപ്പറേറ്റർ ആയിട്ട് തന്നെയാണ് വരിക. ഇനി അടുത്ത നെക്സ്റ്റ് റിസൾട്ട് എന്ന് പറയുന്നത് റേസ് ലെമ്മയാണ്. റേസ് ലെമ്മ എന്ന് പറയുന്നത് ഒരു സബ്സ്പേസ് ക്ലോസസ് സബ്സ്പേസുകളിനെ കണക്ട് ചെയ്യുന്ന ഒരു റിസൾട്ടാണ്. അത് ഒരു സ്മോളസ്റ്റ് ക്ലോസസ് സ്പേസും ഒരു ലാർജർ ക്ലോസസ് സ്പേസും തന്നിട്ടുണ്ടെങ്കിൽ ലാർജർ വണ്ണിലെ യൂണിറ്റ് ബോളിലുള്ള ഒരു പോയിന്റ് സ്മോളർ വണ്ണുമായിട്ടുള്ള ഡിസ്റ്റൻസ് 1/2 കൂടുതലായിരിക്കും അർത്ഥം. അപ്പോൾ വേണമെങ്കിൽ ഈ പിക്ചർ ഫിനിഷ് ആയിട്ടുള്ള ഒരു പിക്ചർ അല്ല, അതിനകത്തൊരു എററുള്ള പിക്ചറാണ്. അപ്പോൾ ഞാൻ അതിനകത്ത് എക്സ് എന്ന സ്പേസ് R2 ആയിട്ട് കൺസിഡർ ചെയ്തു. അതിനകത്ത് ഞാൻ E1 എന്ന് പറയുന്ന സബ് സ്പേസ് എന്ന് പറയുന്നത് ഐഡന്റിറ്റി അത് y = x എന്ന ലൈനാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം y = x ഡയമെൻഷൻ 1 ആണ്, R2 ഡയമെൻഷൻ 2 ആണ്. അപ്പോൾ പ്രോപ്പർ ക്ലോസസ് സബ് സ്പേസ് ആണ്. അതായത് E1 not equal to E ആണ്. അപ്പോൾ E = x is equal to R2 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ 2 ഡയമെൻഷൻ സ്പേസ് ആണ് ഹോൾ സ്പേസ് E എന്ന് പറയുന്നത്. അതിന്റെ സബ് സ്പേസ് ക്ലോസസ് സബ് സ്പേസ് ആണ് E1. അത് y = x എന്ന ലൈനാണ്. ഇനി നമുക്കറിയാം ആ ബോൾ കൺസിഡർ ചെയ്താൽ ആ ബോളിലുള്ള y0 എന്ന പോയിന്റും ഈ E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2 കൂടുതലാണെന്നുള്ളതാണ് ഇവിടെ ഈ പിക്ചർ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന്റെ സ്റ്റേറ്റ്മെന്റിലേക്ക് നോക്കാം. E1 be a closed subspace of E such that E not equal to E1. അതായത് E1 is a proper closed subspace of E എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ ഈ ഇയിലുള്ള ഒരു പോയിന്റ്, അത് യൂണിറ്റ് ബോളിലുള്ള പോയിന്റ് ആണെന്ന് പറയുന്നത്, അതിന്റെ നോം വാല്യൂ 1 ആണ്. ഇയിലുള്ള ഒരു പോയിന്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇയിലുള്ള പോയിന്റ് കൂടിയാണ്, കൂടാതെ അത് അതിന്റെ യൂണിറ്റ് ബോളിലാണ്, യൂണിറ്റ് സ്ഫിയറിലാണ്, യൂണിറ്റ് ബോളല്ല യൂണിറ്റ് സ്ഫിയറിലാണ്. അപ്പൊ നോം y0 1 ആണ്. സച്ച് ദാറ്റ് ഈ y0 എന്ന പോയിന്റും E1ഉം തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2 കൂടുതലാണ്. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഒരു പോയിന്റും സെറ്റ് എന്ന് പറഞ്ഞാൽ മീൻ ചെയ്യുന്നത് ആ സെറ്റിലുള്ള മുഴുവൻ പോയിന്റുമായിട്ട് y0ന്റെ ഡിസ്റ്റൻസ്, അതായത് നോം വാല്യൂ എടുക്കുന്നു. അതിലെ മിനിമം ഡിസ്റ്റൻസ്, അതായത് പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. അത് അത്രയേ ഉള്ളൂ. അപ്പൊ നിങ്ങളും ഒരു സ്ഥലവും തമ്മിലുള്ള ദൂരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിൽക്കുന്ന പോയിന്റിൽ നിന്ന് ആ സ്ഥലത്തേക്കുള്ള എല്ലാ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് അതിന്റെ മിനിമം ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എ പോയിന്റ് ആൻഡ് സെറ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി പ്രത്യേകം ഓർക്കുക, അപ്പോൾ E1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആയതുകൊണ്ട് y0 ഇല്ലെങ്കിൽ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓപ്പൺ ഇൻട്രോൾ 0 ഒരു ഓപ്പൺ സെറ്റാണ് മെട്രിക് സ്പേസിന്റെ കേസിലാണെങ്കിൽ. ഇവിടുത്തെ ഈ കേസ് അല്ല. അങ്ങനെയാണെങ്കിൽ 0 അതിലില്ല. ഓപ്പൺ ഇൻട്രോൾ 0 0 ഇല്ല. പക്ഷെ 0യും ആ സെറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് ഒരിക്കലും പോസിറ്റീവ് അല്ല, 0 തന്നെയാണ്. 1ഉം അങ്ങനെ തന്നെയാണ്. പക്ഷെ ക്ലോസ് ഇൻട്രോൾ 0 എടുക്കുക. ക്ലോസ് ഇൻട്രോൾ 0 ഔട്ടറിലുള്ള ഏത് പോയിന്റ്, ഇപ്പോൾ മൈനസ് വാല്യൂ ഏതെടുത്താലും 1ന്റെ റൈറ്റുള്ള ഏത് വാല്യൂ എടുത്താലും അതും ക്ലോസ് ഇൻട്രോൾ 0 നമ്മുടെ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. അതായത് ഒരു ക്ലോസ്ഡ് സെറ്റും അത് ഇല്ലാത്ത പോയിന്റും നമ്മുടെ ഡിസ്റ്റൻസ് ആൾവേസ് പോസിറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ ഈ ക്ലോസ്ഡ് കൺസെപ്റ്റ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ പ്രൂഫിലേക്ക് പോവാം. ഞാൻ ആദ്യം സപ്പോസ് ചെയ്തു ഗിവൺ സ്പേസ് ക്ലോസ്ഡ് സബ് സ്പേസ് ഓഫ് ആയിരിക്കും. അതായത് E1 എന്ന് പറയുന്നത് ക്ലോസ്ഡ് ആണ്, ഇൻ E ആണ്, പ്രത്യേകം ഓർക്കുക. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു മെനാക് സ്പേസ് ആണ്, ഇൻഫിനിറ്റ് ഡയമെൻഷൻ മെനാക് സ്പേസുകൾ മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെനാക് സ്പേസ് ആണ്. അപ്പോൾ ഈ ക്ലോസിനാണ്. അപ്പോൾ E1ഉം ക്ലോസ് സബ് സ്പേസ് ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഈ E1 എന്ന് പറയുന്ന ഒരു കോഷ്യൻ സ്പേസ് ആയിരിക്കും, അത് മെനാക് സ്പേസ് ആയിരിക്കും. അത് കഴിഞ്ഞ സമയത്ത് പഠിച്ചിട്ടുണ്ട്.
അപ്പോൾ ഈ E1 ഒരു ബനാങ് സ്പേസ് ആണ് വിത്ത് റെസ്പെക്ട് ടു ദ കോഷ്യൻ നോം. കോഷ്യൻ നോം പറഞ്ഞാൽ ക്ലാസിന്റെ നോമാണ്. നോം ഓഫ് ക്ലാസ് എക്സ് ഇസ് ഈക്വൽ ടു ഇൻഫിമം ഓഫ് ആർ നോം എക്സ് മൈനസ് വൈ സച്ച് വൈ എലമെന്റ് ഓഫ് E1. ഓക്കെ, ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ സെമസ്റ്റർ. ഇനി ക്ലാസ് എക്സ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് പ്ലസ് E1 ലെഫ്റ്റ് പോസിറ്റീവുകളായിരിക്കും. ഓർക്കാം. ഇനി ഇവിടെ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബനാങ് സ്പേസ് ആണ്. അപ്പൊ ഈ ക്ലോസ്ഡ് ആയതുകൊണ്ട് ഈ ബനാങ് സ്പേസ് ആയിരിക്കും. ഇനി ഈ ബനാങ് സ്പേസ് ആയതുകൊണ്ട് E1 ക്ലോസ് സബ് സ്പേസ് ഓഫ് E ആണ്. അപ്പോൾ E1 ബനാങ് ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈ ഗിവൺ E1 എന്ന് പറയുന്നത് ബനാങ് സ്പേസ് ആയിരിക്കും. അതിന്റെ റീസൺ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം. ഇനി എനിക്ക് കണ്ടെത്തേണ്ടത് ഈയിലുള്ളതും E1 ഇല്ലാത്തതുമായിട്ടുള്ള ഒരു പോയിന്റ് കണ്ടെത്തുന്നു, y എന്ന പോയിന്റ്. ഈ y എന്ന പോയിന്റ് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ y0 എന്ന പോയിന്റ് കണ്ടുപിടിക്കും. അതും ഈയിലായിരിക്കും, പക്ഷെ E1 ഉണ്ടാവില്ല. ഇനി ആ y0ഉം E1 തമ്മിലുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 കിട്ടും. അപ്പം ഞാൻ അതിന് വേണ്ടി ആദ്യം ഒരു പോയിന്റ് ചൂസ് ചെയ്യണം. കാരണം E നോട്ട് ഈക്വൽ ടു E1 ആണ്. E എന്ന് പറയുന്നത് E1 ലാർജർ ആയതുകൊണ്ട് സ്വാഭാവികമായിട്ട് ഈയിലുള്ളതും E1 ഇല്ലാത്തതായിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടാവും. ആ പോയിന്റാണ് y എന്ന് കൊടുക്കുന്നത്. ലൈറ്റ് y എലമെന്റ് ഓഫ് E മൈനസ് E1. ഓക്കെ, അപ്പോൾ നോക്കൂ, E1 ഒരു സ്പേസ് ആണ്. E1 സ്പേസ് ആവുന്നതുകൊണ്ട് E1 y ഇല്ല എന്ന് പറഞ്ഞാൽ y ഒരിക്കലും 0 അല്ല. അപ്പോൾ y ഈസ് എ നോൺ സീറോ മെമ്പർ ഓഫ് E ആൻഡ് y നോട്ട് എ മെമ്പർ ഓഫ് E1 എന്ന് പ്രത്യേകം ഓർക്കാം. ഇനി കൂടാതെ E1 ക്ലോസ്ഡ് ആണ്. E1 ക്ലോസ്ഡ് ആണ്. y E1 ഇല്ലാത്തതുകൊണ്ട് ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ഒരു ക്ലോസ്ഡ് സ്പേസിൽ ഇല്ലാത്ത പോയിന്റും ആ സെറ്റും നമ്മളുടെ ദൂരം ആൾവേസ് പോസിറ്റീവ് ആയിരിക്കും. ഇനി ഡിസ്റ്റൻസിന്റെ ഫോർമുല കൊടുക്കുന്നുണ്ട്. ഡിസ്റ്റൻസ് ഓഫ് y വിത്ത് E1 എന്ന് പറഞ്ഞാൽ ശരിക്കും മീൻ ചെയ്യുന്നത് ഇൻഫിമം ഓഫ് ആൾ സെറ്റ് ഓഫ് ആൾ y മൈനസ് സെറ്റ് സച്ച് ദാറ്റ് സെറ്റ് എലമെന്റ് ഓഫ് E1 ആയിരിക്കും. അതിനകത്ത് ആ നോട്ടിൽ ചെറിയൊരു എറർ ഉണ്ട്. ആ ഡിസ്റ്റൻസിന്റെ ഫോർമുലയാണ്, അത് ബ്രാക്കറ്റിൽ കൊടുക്കേണ്ടതാണ് കേട്ടോ. ഡിസ്റ്റൻസ് ഓഫ് y വിത്ത് E1 ഫോർമുലയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ ഈ y എന്ന പോയിന്റ് ഉപയോഗിച്ച് പുതിയൊരു പോയിന്റ് കണ്ടെത്തണം. അതിന്റെ പേരാണ് y0. ഈ y0 കണ്ടെത്താൻ ഞാൻ ചെയ്യുന്നത്, ഞാൻ E1 ഒരു ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്തു. ലെറ്റ് x0 എലമെന്റ് ഓഫ് E1 സച്ച് ദാറ്റ് നോം ഓഫ് y മൈനസ് x0 ഈസ് ലെസ് ദാൻ 2a. കാരണം ഓൾറെഡി y-യും E1 തമ്മിലുള്ള ദൂരം a ആണ്. അപ്പോൾ y-യും E1 തമ്മിലുള്ള ദൂരം a ആയതുകൊണ്ട് 2a ഡിസ്റ്റൻസിനേക്കാൾ കുറവ് വരുന്ന വേറൊരു പോയിന്റ് കണ്ടെത്തുക. കാരണം മിനിമം ഡിസ്റ്റൻസ് ആണ് y-യും E1 തമ്മിലുള്ളത്, a ആണ് മിനിമം ഡിസ്റ്റൻസ്. അപ്പം ഞാൻ a ആണ് മിനിമം ഡിസ്റ്റൻസ് എങ്കിൽ അതിൻ്റെ ഡബിൾ ഡിസ്റ്റൻസിനേക്കാൾ കുറവ് വരുന്ന കേസിലുള്ള ഒരു പോയിന്റ് ചൂസ് ചെയ്തു E1. അപ്പോൾ x0 എലമെന്റ് ഓഫ് E1 സച്ച് ദാറ്റ് കണ്ടീഷൻ എന്താണ്? നോം y മൈനസ് x0 ഈസ് ലെസ് ദാൻ 2a. ഇനി എനിക്കറിയാം ഈ ക്ലോസ് സെറ്റ് ആണ്. അപ്പോൾ ആൻഡ് y എലമെന്റ് ഓഫ് E1 ആണ്. ഈ അല്ല, ആക്ച്വലി E1 ക്ലോസ്ഡ് ആണ്. സിൻസ് ആണ് അവിടെ കൊടുക്കേണ്ടത്. സിൻസ് E1 ഈസ് ക്ലോസ്ഡ് ഇൻ x ആൻഡ് y എലമെന്റ് ഓഫ് E1, ദെൻ ഡിസ്റ്റൻസ് ഓഫ് y വിത്ത് E1 എന്ന് പറയുന്നത് ആൾവേസ് y എലമെന്റ് ഓഫ് E1 ആണെങ്കിൽ വാല്യൂ 0 ആയിരിക്കും. അതിലുള്ള പോയിന്റും അതും തമ്മിലുള്ള ദൂരം ആൾവേസ് 0 ആയിരിക്കും. അപ്പോൾ ഈ E1 ക്ലോസ്ഡും ആണ്. y എലമെന്റ് ഓഫ് E1 ആണെങ്കിൽ ഡിസ്റ്റൻസ് ഓഫ് y വിത്ത് E1 വാല്യൂ 0 ആയിരിക്കും. അതിൽ എറർ ഉണ്ട്. അവിടെ എഴുതണം, ബ്രാക്കറ്റിൽ എഴുതേണ്ട കാര്യമാണ് അത്. ലെറ്റ് എന്നുള്ള കേസൊക്കെ ബ്രാക്കറ്റിൽ കൊടുക്കണം. അതായത് സിൻസ് E ഈസ് ക്ലോസ്ഡ് ഇൻ x ആൻഡ് y എലമെന്റ് ഓഫ് E1, ദെൻ y വിത്ത് E1 ഷുഡ് ബി 0. അപ്പോൾ y E1 ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് എല്ലായ്പ്പോഴും ഗ്രേറ്റർ ദാൻ 0. ഇതെല്ലാം ബ്രാക്കറ്റിൽ എഴുതേണ്ട കാര്യമാണ്. തൊട്ട് മുകളിൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളാണ്. ഇത് കുട്ടി നോട്ട് അയച്ചു തന്നതിലൊരു ചെറിയൊരു എററാണ്. ഓക്കെ, ദാറ്റ് ഈസ് നോം ഓഫ് y മൈനസ് x0 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്നത്. അപ്പോൾ നോം ഓഫ് y മൈനസ് x0 ഈസ് ലെസ് ദാൻ 2a എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം നോം y മൈനസ് x0 ഡിവൈഡ് ബൈ 2യുടെ വാല്യൂ ലെസ് ദാൻ a ആയിരിക്കും. അപ്പം ഞാൻ ചൂസ് ചെയ്യാൻ പോകുന്നത് y0 എന്ന് പറയുന്ന ഒരു പുതിയ പോയിന്റ് എടുക്കാൻ പോണ്. ചൂസ് y0 ഈക്വൽ ടു y മൈനസ് x0 ഡിവൈഡഡ് ബൈ നോം y മൈനസ് x0. അങ്ങനെയാണെങ്കിൽ നോം y0 എന്തായിരിക്കും 1 ആയിരിക്കും. കാരണം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും കട്ട് ചെയ്യുമ്പോൾ 1 എന്ന് കിട്ടും. ആൻഡ് ഫോർ എവരി ഇനി ഈ y0ഉം E1 ഏത് പോയിന്റും തമ്മിലുള്ള ദൂരവും ഗ്രേറ്റർ ആർ ഈക്വൽ ടു 1/2 എന്നാണ് കിട്ടുന്നത്. അതിനൊരു ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്തു. ലെറ്റ് us consider an arbitrary point x element of E1. Now consider norm of y0 minus x. x-ഉം y0 തമ്മിലുള്ള ദൂരം എടുക്കുക. അപ്പൊ ആദ്യം ഇവിടെ y ചൂസ് ചെയ്തു. ഇനി y-യും E1 തമ്മിലുള്ള ദൂരം a ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ 2a ഡിസ്റ്റൻസിനേക്കാൾ കുറവ് വരുന്ന E1 ഒരു പോയിന്റ് കണ്ടെത്തി അതിന് x0 എന്ന് പേര് കൊടുത്തു. ഇനി ഈ x0 ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ പോയിന്റ് y0 കണ്ടെത്തുന്നു. y മൈനസ് x0 ഡിവൈഡഡ് ബൈ നോം y മൈനസ് x0. അങ്ങനെയെങ്കിൽ നോം y0 എല്ലായ്പ്പോഴും 1 ആയിരിക്കും. ഇനി ഈ y0ഉം E1 തമ്മിലുള്ള ദൂരം 1/2 കൂടുതലാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ആർബിട്രറി പോയിന്റ് ചൂസ് ചെയ്യുന്നു. ലെറ്റ് x എലമെന്റ് ഓഫ് E1 ആൻഡ് കൺസിഡർ നോം ഓഫ് y0 മൈനസ് x.
നോം വൈ നോട്ട് മൈനസ് എക്സിന്റെ വാല്യൂ എന്തായിരിക്കും? വൈ നോട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ. ഓക്കെ മക്കളെ, അപ്പോൾ ഒരു ആർബിട്രറി പോയിന്റ് എക്സ് ചൂസ് ചെയ്ത് E1 വൈ നോട്ടും എക്സും തമ്മിലുള്ള ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഡിവൈഡഡ് ബൈ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട്, അതായത് വൈ നോട്ടിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു മൈനസ് എക്സ്. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളിൽ വരിക നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് മൈനസ് ഒരു ബ്രാക്കറ്റ് വേണം, അല്ലെങ്കിൽ ഇതിന് കുഴപ്പമില്ല, നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് ഡിവൈഡഡ് ബൈ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് എന്ന് കിട്ടും. ഓക്കെ, ഇനി പ്രത്യേകം ഒരു ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തുമ്പോൾ എന്ന് കിട്ടും നോം ഓഫ് വൈ മൈനസ് ഒരു പുറത്തെടുത്ത് കഴിഞ്ഞാൽ എക്സ് നോട്ട് പ്ലസ് നോം വൈ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സ് നോം ക്ലോസ് ചെയ്തു ഡിവൈഡ് ബൈ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട്. ഇനി ഓർക്കുക, എക്സ് നോട്ടും എക്സും രണ്ടും E1 നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് എന്ന് പറഞ്ഞ ഒരു സ്കാലാർ ആണ്. അപ്പോൾ അത് എക്സ് നോട്ട് പ്ലസ് സം സ്കാലാർ സി ഇൻറ്റു എക്സ് ആണെങ്കിൽ അത് ഓൾറെഡി എവിടത്തെ ആയിരിക്കും? E1 കാരണം E1 സബ് സ്പേസ് ആയതുകൊണ്ട്. അപ്പോൾ നോം ഓഫ് അതിന് ഞാൻ വേണമെങ്കിൽ സെഡ് ആണ് ആ പോയിന്റിന് പേര് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുക. അതിന്റെ റീസൺ ആണ് ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ശരിക്കും ബ്രാക്കറ്റിലാണ് എഴുതേണ്ടത്, ദെർഫോർ എന്നല്ല സിൻസ് എന്ന് എഴുതിയിട്ടുള്ളതാണ് താഴെ മഞ്ഞ കളറിൽ കൊടുത്തിരിക്കുന്നത്. നോം എക്സ് നോട്ട് E1 എക്സ് E1 ആണെങ്കിൽ എക്സ് നോട്ട് പ്ലസ് വൈ മൈനസ് എക്സ് നോട്ട് ഇൻറ്റു എക്സും E1 ആയിരിക്കും, കാരണം അത് സബ്സ്പേസ് ആകുന്നുണ്ട്. ദിസ് ഇംപ്ലൈസ് നോം ഓഫ് വൈ മൈനസ് ദാറ്റ് വാല്യൂ ഷുഡ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആരായിരിക്കും? നമുക്കറിയാം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A ആയിരിക്കും. കാരണം വൈയും E1 തമ്മിലുള്ള ദൂരം എല്ലായ്പ്പോഴും A ആണ്. ഡിസ്റ്റൻസ് ഓഫ് വൈ വിത്ത് E1 വാല്യൂ A ആയതുകൊണ്ട് A കൂടുതലായിരിക്കും. കാരണം മിനിമം ഡിസ്റ്റൻസ് ആണ് A എന്ന് പറയുന്നത്. അപ്പോൾ A കൂടുതലായിരിക്കും. ആ വാല്യൂവിനാണ് Z കൊടുക്കുമ്പോൾ നോം ഓഫ് വൈ മൈനസ് Z ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A എന്ന് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ അത് തന്നെയാണ് ജസ്റ്റ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് പ്ലസ് ആ വാല്യൂ എഴുതിയത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു A എന്നുണ്ട്. ഇനി നമുക്ക് മുകളിൽ എഴുതിയിട്ടുണ്ട് നോം ഓഫ് വൈ മൈനസ് എക്സ് നോട്ട് ഡിവൈഡ് ബൈ 2 ലെസ് ദാൻ A എന്ന് എഴുതിയിട്ടുണ്ട് ആ യെല്ലോ ലെറ്ററിന് ശേഷം ബ്രാക്കറ്റിൽ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 1/2A എന്ന് കിട്ടും. ക്രോസ് മൾട്ടിപ്പിൾ ചെയ്താൽ 2A ആയിരിക്കും, അപ്പോൾ 1/2A എന്ന് കിട്ടും. അതായത് 1 നോം വൈ മൈനസ് എക്സ് നോട്ടിന്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കും? ലെസ് ദാൻ ഉള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2A ആയിരിക്കും. അപ്പോൾ ആ രണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ A ഡിവൈഡഡ് ബൈ 2A ആവും. എയും കട്ട് ചെയ്യുമ്പോൾ 1/2 എന്ന് കിട്ടുന്നു. ദോർഫോർ വൈ നോട്ട് മൈനസ് എക്സിന്റെ വാല്യൂ ഞാൻ എക്സ് കൊടുത്തതുകൊണ്ട് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1/2 ആയിരിക്കും ഫോർ എവരി എക്സ് എലമെന്റ് ഓഫ് E1. അപ്പോൾ E1 ആയിട്ടുള്ള ആർബിട്രറി. അപ്പോൾ ഈ വൈ നോട്ട് ഇപ്പോൾ എന്ന പോയിന്റിന്റെ പ്രത്യേകത ഇവിടെ എന്താണ്? വൈ നോട്ടും E1 തമ്മിലുള്ള ദൂരം 1/2 കൂടുതലാണ്. അപ്പോൾ റിയസ് ലെമ്മ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഒരു സ്പേസ് ക്ലോസ്ഡ് ഇൻ എ ലാർജർ സ്പേസ് ആണെങ്കിൽ ലാർജർ സ്പേസിന്റെ യൂണിറ്റ് സ്ഫിയറിലുള്ള ഒരു പോയിന്റും ഈ സ്മോളർ സ്പേസും തമ്മിലുള്ള ഡിസ്റ്റൻസ് 1/2 കണ്ടുപിടിക്കാൻ പറ്റും. ദാറ്റ് മീൻസ് യു ക്യാൻ ഫൈൻഡ് ഔട്ട് എ പോയിന്റ് ഇൻ ദി യൂണിറ്റ് സ്ഫിയർ ഓഫ് ദ ലാർജർ സ്പേസ് in such a way that the distance of that point with the smaller space is greater than or equal to 1/2. That's our Reyes lemma. Okay.